ഓ എന്തൊരു ചുമ ഇത്. അമ്പോ അയ്യോ അയ്യോ അയ്യോ. നിങ്ങളെ കുട്ടിയും ഇതുപോലെ നിത്യമായിട്ട് അസുഖം വരാറുണ്ടോ? കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കുറവായത് കൊണ്ടാണ് കുട്ടിക്ക് ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, ചില സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഈ 5 മിസ്റ്റേക്ക് ആവാം ഈ കുട്ടിയെ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുന്നത്. ആ 5 മിസ്റ്റേക്കുകൾ ഏതാണെന്ന് അറിഞ്ഞ് അത് ഇന്ന് തന്നെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം. ഇതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് വിഷയങ്ങളെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് പിന്നെ ഉപകാരപ്പെടും. മിസ്റ്റേക്ക് നമ്പർ 1, ഓവർ ഹൈജീൻ. തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മൾ കുട്ടിയെ അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കുറക്കാൻ കാരണമാകും. അതുകൊണ്ട് കുട്ടികൾ കുറച്ച് മണ്ണിലും ചളിയിലും ഒക്കെ കളിക്കാൻ വിടുന്നത് നല്ലത് തന്നെയാണ്. മിസ്റ്റേക്ക് നമ്പർ 2, പാക്കേജ് ഫുഡ്, ജങ്ക് ഫുഡ്, ലേസ്, ചിപ്സ് പോലുള്ള ജങ്ക് ഫുഡുകൾ, അതുകൂടാതെ തന്നെ ജ്യൂസ് ഐറ്റംസുകൾ, ഇവ നിങ്ങൾ നിത്യമായിട്ട് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഗട്ട് ബാക്ടീരിയ നശിക്കും, അത് ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും, കുട്ടി നിത്യരോഗിയായിട്ട് മാറും. മിസ്റ്റേക്ക് നമ്പർ 3, സൺലൈറ്റിൽ കളിക്കാൻ വിടാണ്ടിരിക്കുക. സൂര്യപ്രകാശമുള്ള ഭാഗത്തേക്ക് കുട്ടിയെ വിടില്ല. കുട്ടി കറുത്തു പോകും, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റും ചിന്തിച്ച് സൂര്യപ്രകാശത്തിലേക്ക് വിടാണ്ട് നിൽക്കുന്ന നിങ്ങൾ കുട്ടിയെ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. വിറ്റാമിൻ ഡിയുടെ കുറവ് കുട്ടിയുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും, അത് ഇമ്മ്യൂണിറ്റി കുറക്കും, നിരന്തരം രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കാരണമായിട്ട് മാറുന്നുണ്ട്. മിസ്റ്റേക്ക് നമ്പർ 4, നമ്മൾ തൊട്ടതിനും പിടിച്ചിനും ആന്റിബയോട്ടിക് കൊടുക്കുക. ചെറിയ ജലദോഷം, ചെറിയ പനി, അത് ശരീരം തന്നെ മാറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കാതെ അതിനു വേണ്ടി ആന്റിബയോട്ടിക് കൊടുക്കുക. ഇത് വിദൂര കാലത്ത് കുട്ടിക്ക് വലിയ രോഗങ്ങൾ വരുന്ന സമയത്ത് പ്രതിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചേർക്കും. മിസ്റ്റേക്ക് നമ്പർ 5, ലേറ്റ് ആയിട്ടുള്ള ഉറക്കം, മൊബൈൽ അഡിക്ഷൻ. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ നേരത്തെ ഉറങ്ങാൻ മടിക്കുന്നു. അച്ഛനും അമ്മയും ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് കുട്ടികൾ ഉറങ്ങുന്നത്. അച്ഛൻ 12 മണിക്ക് ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉറങ്ങാൻ പോകും. ഇത് കുട്ടിയുടെ ഉറക്കത്തെ ബാധിക്കും, അവരെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. അതുകൂടെ തന്നെ മൊബൈൽ അഡിക്ഷനും, അത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള അവസ്ഥയും മാനസികമായിട്ടുള്ള വളർച്ചയും ബാധിക്കും. ശക്തനായി വളരേണ്ട സമയത്ത് ഈ 5 മിസ്റ്റേക്കുകൾ കുട്ടികൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയാൽ മാത്രമേ അവന് ശക്തനായി വളരാൻ പറ്റുള്ളൂ. അവൻ ശക്തനായി വളരാൻ വേണ്ടി ഈ 5 മിസ്റ്റേക്കുകൾ മാറ്റുമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. അതുകൂടെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക.